ഒരുത്തനും ഇനി ഞങ്ങളുടെ തുറമുഖത്തേക്ക് കാലുകുത്തി പോകരുത്. പാകിസ്ഥാനുമായുള്ള സംഘർഷത്തെ തുടർന്നുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ അവരുടെ അതിർത്തി അടച്ചുപൂട്ടിയതോടുകൂടി മധ്യേഷ്യയിലെ രാജ്യങ്ങളായിരുന്നു കൂടുതൽ വെട്ടിലായത്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ തുറമുഖത്ത് എത്തിച്ചേരാൻ പുതിയ വഴി തിരഞ്ഞെടുക്കുകയാണ് ഈ രാജ്യങ്ങൾ. പാക് അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രതിസന്ധി രൂക്ഷമാവുകയും മധ്യേഷ്യൻ രാജ്യങ്ങൾ ഇവിടെ ചൈനയിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് പുതിയ വ്യാപാര പാതയ്ക്കായുള്ള നീക്കം ഇവിടെ സജ്ജമാക്കിയിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷം പ്രാദേശിക പ്രശ്നമായി തന്നെ ഒതുങ്ങാതെ മധ്യേഷ്യൻ രാജ്യങ്ങളെയും പ്രതിസന്ധിയിൽ ആഴ്ത്തുന്ന നടപടിയാണ് ഇവിടെ കാണുന്നത്. അതിർത്തി അടച്ചതോടുകൂടി തന്നെ പാകിസ്ഥാനിലെ തുറമുഖങ്ങളെ ആശ്രയിച്ചിരുന്ന ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ അതുപോലെയുള്ള സ്ഥലങ്ങൾ ഈ കരയാൽ ചുറ്റപ്പെട്ട രാജ്യങ്ങളുടെ ചരക്ക് നീക്കം വലിയ തിരിച്ചടിയായി മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ചൈന വഴിയുള്ള പുതിയ വ്യാപാര പാത ഒരുക്കാൻ ഉസ്ബെക്കിസ്ഥാനും കിർഗിസ്ഥാനും നീക്കം ശക്തമാക്കിയിരിക്കുന്നത്. ചൈനയിലെ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ പാതയുടെ ഭാവിയിൽ പാകിസ്ഥാനിലെ തുറമുഖങ്ങളിലേക്ക് എത്താനാണ് ഇവിടെ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിനായി തന്നെ പാകിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള കരാർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നതാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതേസമയം പുതിയ റെയിൽ പാത യാഥാർത്ഥ്യമാക്കാൻ വർഷങ്ങൾ വേണ്ടിവരും എന്നതിനാൽ തന്നെ ഇടക്കാല പരിഹാരമായി ചൈന വഴി ട്രക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചരക്കുകൾ പാകിസ്ഥാനിലെ തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനാണ് ആലോചന നടക്കുന്നത്. എന്നാൽ ഈ മാർഗം കൂടുതൽ ചിലവേറിയതായിരിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല പാക് അഫ്ഗാൻ സംഘർഷം ഇപ്പോൾ അതിർത്തി പ്രശ്നം മാത്രമല്ല, മുഴുവൻ മധ്യേഷ്യൻ വ്യാപാര ഭൂപടത്തെയും മാറ്റിമറിക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ വെല്ലുവിളിയായി തന്നെ മാറുകയാണ് എന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനും കിർഗിസ്ഥാനും ചൈനയുമായി ചേർന്നുകൊണ്ട് നിലവിൽ ചൈനയിലെ റെയിൽ സംവിധാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ പാത നിർമ്മിക്കുന്നുണ്ട്. ഇതുവഴി പാകിസ്ഥാൻ തുറമുഖങ്ങളെയും ബന്ധിപ്പിക്കാനാണ് പുതിയ നീക്കം. എന്നാൽ റെയിൽ പാത യാഥാർത്ഥ്യമാക്കാൻ ഇനിയും വർഷങ്ങൾ എടുക്കുമെന്ന വെല്ലുവിളിയും ഇവിടെ ഉയരുന്നുണ്ട്. ഈ കാലതാമസം ചരക്കു നീക്കത്തെ ബാധിക്കുമെന്നും അത് ഒഴിവാക്കാനായി തന്നെ ചൈന വഴി ട്രക്കുകൾ പാകിസ്ഥാന്റെ തുറമുഖത്തേക്ക് എത്തിക്കാനാണ് അടിയന്തരമായി തന്നെ ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. അന്ന് മാത്രമല്ല, ഇത് കൂടുതലായി തന്നെ സാമ്പത്തിക ചിലവേറുന്ന ഒരു പദ്ധതി കൂടിയാണ്. അഫ്ഗാൻ വഴി പാകിസ്ഥാനിലേക്ക് കടക്കുന്നതാണ് മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി തന്നെ ഏറ്റവും അനുയോജ്യം. എന്നാൽ അതിർത്തി തർക്കത്തെ തുടർന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനാണ് ആദ്യം അതിർത്തി അടച്ചത്. ഇതോടുകൂടി തന്നെ അഫ്ഗാനിസ്ഥാനും അതിർത്തികൾ അടച്ചുപൂട്ടി. നിലവിൽ പാക് അഫ്ഗാനിസ്ഥാൻ ഉഭയകക്ഷി വ്യാപാരം ഏറെക്കുറെയായി തന്നെ നിലച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിലേക്ക് ഇരുവശത്തും മാസങ്ങളായി തന്നെ ട്രക്കുകൾ അവിടെ കെട്ടിയിരിക്കുകയാണ്. അഫ്ഗാൻ അതിർത്തി അടഞ്ഞത് പാകിസ്ഥാന്റെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തെയും ബാധിച്ചിരിക്കുകയാണ്. അഫ്ഗാനും വിദേശ വ്യാപാര ഇടപാടുകൾക്ക് പാകിസ്ഥാനി തുറമുഖങ്ങളെയാണ് നേരത്തെ തന്നെ ആശ്രയിച്ചിരുന്നതും. ഇപ്പോൾ പാകിസ്ഥാനെ ഒഴിവാക്കി ഇന്ത്യയുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം നടത്തുന്നത് എന്ന ഒരു വലിയ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.